വിമോള് പറഞ്ഞ പോലെ ഈ ചീര വെച്ചിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ. അപ്പുറംകാർക്ക് എന്ത് കടുക് വറുത്ത് വഴറ്റിയാലും അതിനെല്ലാം ഉപ്പേരി എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ ചില സ്ഥലങ്ങളിൽ മെഴുക്ക് പുരട്ടിയാണല്ലോ ഇത്, ഉപ്പേരി അല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് എല്ലാതും ഉപ്പേരി മാത്രമാണ്. പറമ്പിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ മുക്കിലും മൂലയിൽ കണ്ടുവരുന്ന ഒരു സൈസ് ചീരയാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് കാണുന്നവരുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലാണല്ലോ അറിയപ്പെടുക. അതുകൊണ്ട് ഈ ചീരയ്ക്ക് എന്താണ് പേരെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നോലുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കും തുമ്പിയൊക്കെ വെജിറ്റേറിയൻ പണ്ടേ അലർജിയാണ്. പിന്നെ നോലുമ്പൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ തട്ടിമുട്ടി പോകുന്നത് മാത്രം. അങ്ങനെയാണ് ഈ ചീരപ്പേര് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഒരു രക്ഷയില്ല ഗേസ്, അടിപൊളി ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ചീരയൊക്കെ പൊട്ടിച്ചിട്ട് അച്ഛമ്മേൻ്റെ കയ്യിൽ തുമ്പിമോള് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അരിയാൻ വേണ്ടിയിട്ട്. എത്ര കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ കയ്യിൽ ഇല ഊരിയിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിയുമ്പോൾ കിട്ടുന്നുണ്ട് ഒരു സുഖമുണ്ടല്ലോ. അരിയുന്നവർക്കും അത് കാണുന്നവർക്കും പ്രത്യേക ഒരു വൈബാണ് അല്ലേ. ഇങ്ങനെ അരിയുന്നവർക്ക് ഇത് പെട്ടെന്ന് കണക്റ്റ് ആവും. അങ്ങനെ ഇത് കുനുകുനാന്ന് അരിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ നേരം ഇത് വെള്ളത്തിലിട്ട് വയ്ക്കും. ഇതിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് വയ്ക്കും. പൊതുവേ ഞാനും തുമ്പിമോളൊക്കെ ഉപ്പേരി ഭയങ്കര പ്രാധാന്യം കൊടുക്കാത്ത ആൾക്കാരാണ്. ചോറിന് ഉപ്പേരി വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഈ ഒരു ഉപ്പേരി ഉണ്ടല്ലോ, ഈ ഉപ്പേരി ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അടുത്ത വീട്ടിലെ ചേച്ചി ഒരു ദിവസം ഈ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഒരു തുള്ളി എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. അത് കഴിച്ചതിന് ശേഷം ഞാനിതിൻ്റെ ഭയങ്കര ഫാനാണ്. സത്യം പറയാമല്ലോ, ഇത്ര അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഈ ചീരയ്ക്ക് എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. പിന്നെ ഈ മുക്കിലും മൂലയിലും ഒരു ഇല പോലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ വെറുതെ വിടില്ല. കാരണം അപ്പം അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കും. അത്രയും ടേസ്റ്റാണ് ഈ ഇലയ്ക്ക്. ഉണ്ടാക്കാനാണെങ്കിലോ അതിലേറെ എളുപ്പം. പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് എന്താണ് കുഴപ്പം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. ആകപ്പാട് ആവശ്യം ഒരു ഉള്ളി, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ, കടുക്, ഒരു 1-2 സ്പൂണ് മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ചിരകിയ തേങ്ങയും കൂടെ. അത്ര ഉണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരിൻ്റെ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഷെഫ് നമ്മുടെ തുമ്പിമോളാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി കൂടെ അതിലോട്ട് ഇട്ടെടുത്ത് ഒരു തുള്ളി ഉപ്പും ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇടാൻ വന്നപ്പോൾ ഓരോ ഇലയും നുള്ളി പെറുക്കുന്നത് തുമ്പിയാണ് ഇന്നത്തെ നമ്മുടെ താരം. ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയും തക്കാളിയും വാടി രണ്ടും കൂടെ നന്നായി വെന്ത് ഒരു പരിവാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ, നിങ്ങളെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പാത്രം നന്നായിട്ട് അടച്ച് വയ്ക്കുക. 5 മിനിറ്റ് ചീര അതിൻ്റെ ഉള്ളിൽ കിടന്ന് വേവട്ടെ. വലിയ വേവൊന്നുമില്ലാത്ത ചീരയാണ്, അതുകൊണ്ട് 5 മിനിറ്റ് തന്നെ ധാരാളമാണ്. ഇനി അതിലോട്ട് ഒരു ഇത്തിരി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയും ടേസ്റ്റാണ് ഗേസ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അടുത്ത മണിക്കൂർ